ആൽഫ ജനറേഷൻ, ഇങ്ങനെ ഒരു ജനറേഷനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ചു പേര് കേട്ട് കാണും. കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉറപ്പാണ്. കാരണം ആൽഫ ജനറേഷൻ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. നമ്മുടെ എല്ലാം കുട്ടികൾ ഈ ഒരു ജനറേഷനിൽ പെടുന്നവരാണ്. എന്താണ് ഈ ജനറേഷൻ ആൽഫ? എങ്ങനെയാണ് ഈ ഒരു ജനറേഷൻ ആൽഫയെ കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും? ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആൽഫ ജനറേഷനെ കുറിച്ചാണ്. ചർച്ച ചെയ്യുന്നു ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ KS. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവറിത്തിങ്. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ജനറേഷൻ ആൽഫ എന്നത് ജനറേഷനുകളിലെ തന്നെ അവസാനത്തെ ജനറേഷനാണ്. ജനറേഷൻ XMZA, അത് ജനറേഷൻ A ആണ് ആൽഫ ജനറേഷൻ. വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോഴുള്ള 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ജനറേഷൻ ആൽഫയിൽപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഭാഗമാണ് ആൽഫ ജനറേഷൻ. നമ്മുടെ രാജ്യത്ത് ജനറേഷൻ ആൽഫ ജീവന ഭീഷണിയെ നേരിടുകയാണ്. ഇത് തമാശയല്ല, ഇതൊരു വസ്തുതയാണ്. ജനറേഷൻ ആൽഫ കുട്ടികളിൽ ഒരുപാട് അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും മാനസിക അസ്വാരസ്യങ്ങൾ നേരിടുന്ന കുട്ടികൾ സമൂഹത്തിൽ നിരവധിയാണ്. ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന സിംറ്റംസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളിലും ഇതെല്ലാം പ്രകടിപ്പിച്ചേക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് ഡിപ്രഷൻ, അതുപോലെ തന്നെ സൂയിസൈഡ് മെന്റാലിറ്റി തുടങ്ങിയവ. 8 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഡിപ്രഷൻ എന്നൊരു വാക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പലരുടെയും കുട്ടിക്കാലത്ത് ഈ ഡിപ്രഷൻ എന്ന പദം കേൾക്കാൻ വളരെ സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ചുരുങ്ങിയ ചിലരിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. 100ൽ 30% കുട്ടികളിലും ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകൾ തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. 2020 ഈജിപ്തിൽ 12 വയസ്സുള്ള ആൺകുട്ടി പബ്ജിയിൽ അടിമപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. കാരണം എന്താണെന്നോ? കാർഡിയാക് അറസ്റ്റ്. 2024 UPയിലുള്ള 5 വയസ്സുകാരി പെൺകുട്ടി സമാനമായി നിരന്തരമായിട്ട് കാർട്ടൂൺ കാണുന്നതിന്റെ ഫലമായിട്ട് മരണപ്പെടുന്നു. കാരണം കാർഡിയാക് അറസ്റ്റ്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കാരണം ഉണ്ടായ ഉറക്കമില്ലായ്മയാണ് ഈ 2 മരണങ്ങൾക്കും ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും ആരോഗ്യമുള്ള വിഭാഗമാണ് കുട്ടികൾ എന്ന് പറയാറുണ്ട്. ഇനി രണ്ടാമത്തെ സിംറ്റംസ് ആണ് കോപം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ കൂടുതൽ ദേഷ്യം ഈ ഒരു ജനറേഷൻ പ്രകടിപ്പിക്കാറുണ്ട്. മൊബൈലിന്റെ സാന്നിധ്യമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥ. ഭക്ഷണം കഴിക്കണമെങ്കിലും എന്തിന് മൊബൈൽ ഫോൺ വേണമെന്നുള്ള ഒരു വാശി. മൊബൈൽ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുകയും കയ്യിൽ കിട്ടുന്നതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഇതാണ് രണ്ടാമത്തെ സിംറ്റംസ്. മറ്റൊരു ലക്ഷണമാണ് ഡംനെസ്, അതായത് മൂകത. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, ഒന്നിനോടും താല്പര്യമില്ലായ്മയും മൊബൈൽ മാത്രമായിട്ട് അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോടൊന്നും അവർക്ക് അറിയണമെന്നോ അല്ലെങ്കിൽ അറിവ് ആർജിക്കണമെന്നോ എന്നൊന്നുമില്ല. ഒറ്റപ്പെടലുകളാണ് ഇത്തരക്കാർക്ക് ഏറെ ഇഷ്ടം. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ആ റിസർച്ചുകളിൽ കിട്ടിയ ഒരേ ഒരു ഉത്തരമാണ് ഐപാഡ്സ്. അതായത് ഐപാഡ് ജനറേഷൻ എന്നാണ് ഇവരെ ഈ രാജ്യങ്ങളിൽ പേര് നൽകിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൊബൈൽ ഉപയോഗത്തിലൂടെ കുട്ടികളുടെ തലച്ചോറ് ചുരുങ്ങും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ കുട്ടികൾ മൊബൈൽ സ്ക്രീൻ അല്ലെങ്കിൽ TV സ്ക്രീനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള സ്ക്രീൻ ഉപയോഗം കൊണ്ട് കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നറിയാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റിന് വേണ്ടി 10 എലികളെ എല്ലാം
എല്ലാ ദിവസവും 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറെന്റ് സൗണ്ട്സും ഫ്ലാഷുകളും കേൾപ്പിച്ചുകൊണ്ടിരുന്നു. സ്മാർട്ട് ഫോണിന് സമാനമായിട്ടായിരുന്നു ഇത് 48 ദിവസം തുടർന്നു. ആ പരീക്ഷണത്തിൽ കണ്ടത് ഈ എലികളുടെ ബ്രെയിനിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആവുകയും എന്നാൽ ബാക്കി കുറച്ച് ഭാഗങ്ങൾ ചുരുങ്ങി പോവുകയുമായിരുന്നു. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആവശ്യമായ ക്രിട്ടിക്കൽ തിങ്കിങ്, കോഗ്നിഷൻ, ഡിസിഷൻ മേക്കിംഗ്, മെമ്മറി ഇതെല്ലാം ചുരുങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഭാഗങ്ങളിൽ ഒരു ഡെവലപ്മെന്റും ഉണ്ടാകുന്നില്ല. ഇത് കാരണം കുട്ടികളിൽ പഠിക്കാൻ സ്ട്രോങ് മെമ്മറി ഉണ്ടാകുന്നില്ല, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുന്നില്ല, മാക്സിമം ടൈം അവർ മൊബൈലിൽ ചിലവഴിക്കുന്നത് കൊണ്ട് സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇതാണ് ഡിപ്രഷൻ, ആൻസൈറ്റി, ലോൺലിനെസ് എന്നിവ ഉണ്ടാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയാം. കാർട്ടൂണുകൾ കാണുന്നത് ദൂഷ്യഫലം, ഓവർ സാച്ചുറേറ്റഡ് കളർ, അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവ്മെന്റ്സ്, ഇന്റൻസ് ആയിട്ടുള്ള കളർ, ഇതെല്ലാം കൊണ്ടാണ് കുട്ടികൾ ഓവർ അഡിക്റ്റഡ് ആകുന്നത്. ഇങ്ങനെ കാർട്ടൂൺ കാണുന്നതിലൂടെ കുറെ നേരത്തേക്ക് ഓവറായിട്ട് ഇവരെ തലച്ചോറിന്റെ കുറെ ഭാഗങ്ങളെ ഉത്തേജിപ്പിച്ച് നിർത്തുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പാരന്റ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ നിർത്താൻ ശ്രമിച്ചാൽ കുട്ടികൾ അഗ്രസീവ് ആയിട്ട് മൊബൈൽ, TV, മറ്റു പല സാധനങ്ങളും തല്ലി പൊട്ടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ കാർട്ടൂൺ കാണുമ്പോൾ പാരന്റ്സ് കൂടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുകയാണ് വേണ്ടത്. മാതാപിതാക്കളുടെ ജോലി എളുപ്പമാക്കാനും അവരെ ശല്യപ്പെടുത്താതിരിക്കാനും കുട്ടികളുടെ വാശി കുറയ്ക്കാനും ഒക്കെ വേണ്ടിയാണ് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോണുകൾ എത്തിക്കുന്നത്. അതായത് ആൽഫ ജനറേഷനെ വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. മൊബൈൽ ഫോണുകളിൽ നിന്നും അവരെ പെട്ടെന്ന് മോചിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു അഡിക്ഷൻ ആണ്. അതിനാൽ മറ്റുള്ള ആക്ടിവിറ്റികളിലേക്ക് അവരെ സാവധാനം എൻഗേജ് ചെയ്യിപ്പിക്കുകയും അതുവഴി മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. കുട്ടികളിൽ ആത്മാഭിമാനം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. സെൽഫ് ഇമേജ്, സ്വയംബോധം, സെൽഫ് കൺസെപ്റ്റ്, സ്വയം പര്യാപ്തത എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതുവഴി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും. ഇന്നത്തെ തലമുറയെ ഭാവിയുടെ വാഗ്ദാനമാക്കി മാറ്റാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ.